الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، أما بعد. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن السمع والبصر والفؤاد كل أولئك كان عنه مسؤولا. صدق الله مولانا العظيم. ألا وإن في الجسد مضغة إذا صلحت صلح الجسد كله وإذا فسدت فسد الجسد كله ألا وهي القلب. صدق نبينا رسول الله. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു നമുക്ക് ഈ പ്രഭാതം ഖൈർ വർദ്ധിപ്പിച്ചു നൽകട്ടെ. വിചാരിച്ച വിഷയങ്ങളിലൊക്കെയും അല്ലാഹു വിജയം പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ തടിക്ക്, നമ്മുടെ വീടുകൾക്ക്, നമ്മുടെ വാഹനങ്ങൾക്കൊക്കെയും അല്ലാഹുവിന്റെ പ്രത്യേക കാവലും സുരക്ഷയും പ്രദാനം ചെയ്യട്ടെ. സ്വർഗം നേടാൻ സ്വയം നിരീക്ഷണം ചെയ്യുക എന്ന ഒരു ഉപദേശമാണ് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങളുടേതായിട്ടുള്ളത്. ഇന്ന് ഓർമ്മിപ്പിക്കാനുള്ളത് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ അഭിലാഷം, ലക്ഷ്യം അള്ളാഹുവിൻ്റെ പൊരുത്തം വാങ്ങി സ്വർഗം നേടുക എന്നുള്ളതാണ്. അത് നേടാൻ നിർബന്ധമായും ഓരോ ആളുകളും അവരുടെ കാര്യത്തിൽ സ്വയം നിരീക്ഷകരാകണം. നിരീക്ഷണം എന്തിനെയാണ് നിരീക്ഷിക്കേണ്ടത്? സ്വന്തം ശരീരത്തിൻ്റെ അവയവങ്ങളെയാണ് നിരീക്ഷിക്കേണ്ടത്. ഈ നിരീക്ഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു ബിൽഡിംഗ് നിർമ്മിച്ചു, ആ ബിൽഡിംഗ് അതീവ സുരക്ഷയിൽ മുന്നോട്ട് പോകേണ്ടതാണെങ്കിൽ അതിനൊരു സെക്യൂരിറ്റിയെ വെക്കും. കവാടത്തിൽ അവൻ ഉണ്ടാവും. ആരൊക്കെയാണ് കടന്നു വരുന്നത്, വരേണ്ടാത്തവർ വരാതിരിക്കാൻ, വരേണ്ടവർക്ക് വേണ്ടതുപോലെ സ്വീകരിക്കാൻ, അതിൻ്റെ നിർദ്ദേശങ്ങൾ കൊടുക്കാൻ, ആരെന്ത് ഈ കോമ്പൗണ്ടിനകത്ത് എന്ത് സംഭവിക്കുന്നു, എന്തെല്ലാം നടക്കുന്നു ഒക്കെ നിരീക്ഷണം നടത്തുക. എന്തെങ്കിലും അപാകതകൾ വന്നു പോകരുത് എന്ന് ജാഗരൂകനായി നിലയുറപ്പിക്കുന്ന കക്ഷിയാണ് സെക്യൂരിറ്റി. ഓരോ മനുഷ്യനും അവൻ്റെ അവയവങ്ങൾക്ക് മേൽ അവനവൻ സെക്യൂരിറ്റിയായി വർത്തിക്കണം. എങ്കിൽ നമുക്ക് സ്വർഗം കിട്ടും. ഇതാണ് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ നിർത്തിയിട്ടുള്ള ഉപദേശം. ഇന്ന മിൻ അഹമ്മിൽ മുഹിമ്മാത്തി അലാ കുല്ലി മുഅ്മിൻ മുറാഖബത്തു ഖൽബിഹി വജവാരിഹിഹി വബദ്ലുൽ ജുഹ്ദി ഫീ ഹിഫ്ളിഹിമാ വകഫിഹിമാ അൻ മസാഖത്തില്ലാഹി വമകാരിഹിഹി. അവന്റെ അവയവങ്ങളെ കൊണ്ട് അവൻ പ്രവർത്തിക്കുന്നത് എന്തായിരിക്കണം? അള്ളാഹുവിന് ഇഷ്ടമുള്ളതും പൊരുത്തമുള്ള കാര്യങ്ങൾ, അതിന് നേരെ മറിച്ച് അള്ളാഹ്ക്ക് വെറുപ്പുള്ളതോ അള്ളാഹുവിന്റെ കോപത്തിന് കാരണമാകുന്നതോ ആയ പ്രവൃത്തിയിൽ നമ്മുടെ ശരീരാവയവങ്ങൾ പോയി പോകാൻ പാടില്ല എന്ന് പ്രത്യേകം ശ്രദ്ധയും ജാഗ്രതയും കാണിക്കുന്നത് ഓരോ മുഅ്മിനിനും വളരെ അടിയന്തരമായിട്ടുള്ള അനിവാര്യമായിട്ടുള്ള സംഗതിയാണ്. അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ കാണുന്ന അവയവങ്ങളെല്ലാം. അള്ളാഹുവിന്റെ നിഅമത്തിന് നന്ദിയുള്ളവരാകണം. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കണം. പക്ഷെ അവയവങ്ങളാകുന്ന അനുഗ്രഹങ്ങൾക്ക് എങ്ങനെയാണ് നന്ദി കാണിക്കുക? ആ അവയവങ്ങളെയൊക്കെ ഉപയോഗിക്കേണ്ടിടത്ത് ഉപയോഗിക്കുക, ഉപയോഗിക്കേണ്ടതുപോലെ ഉപയോഗിക്കുക. അപ്പോഴാണ് അതിന് നന്ദിയാവുക. അള്ളാഹു കൽപ്പിച്ച മാർഗത്തിൽ അവന്റെ ശരീരാവയവങ്ങൾ ഉപയോഗപ്പെടുത്തുമ്പോൾ അള്ളാഹു ആ അവയവങ്ങളിലൂടെ നൽകിയ അനുഗ്രഹത്തിന് നന്ദി കാണിക്കാനായി. അതേസമയത്ത് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്ത വിഷയത്തിലേക്കാണ് അവന്റെ അവയവങ്ങളുടെ പ്രവർത്തനത്തെ കൊണ്ടുപോകുന്നതെങ്കിൽ അള്ളാഹു ചെയ്ത അനുഗ്രഹത്തിന് നന്ദികേട് കാണിക്കലാണ്. ഇത് രണ്ടും നമ്മൾ തിരിച്ചറിയണം. നമുക്ക് ശരീരാവയവങ്ങളിൽ നിയന്ത്രണം ഉണ്ടാകാൻ പറ്റുന്ന ഒരു മന്ത്രമുണ്ട്. അതെന്താ? നമ്മുടെ മനസ്സ് സ്വന്തം പറയേണ്ട ഒരു മന്ത്രമാണ്. എന്താണത്? എൻ്റെ ഈ ശരീരാവയവങ്ങളാണ്
നാളെ എനിക്ക് വേണ്ടി സാക്ഷി പറയുന്നത് എന്നൊരു ചിന്ത നമുക്കുണ്ടാവുക. യാസീനിൽ നമ്മൾ പലപ്പോഴും ധാരാളം ഓതുന്നതാണ്. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. മഹ്ശറിൽ വരുമ്പോൾ അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, ഇതുവരെ മിണ്ടി പറഞ്ഞുകൊണ്ടിരുന്ന വായ്ക്ക് സീല് വെക്കും. കൈകൾ സംസാരിക്കും, കാലുകൾ സാക്ഷി പറയും. ഇതാണ് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. നിരന്തരം നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്ന ആയത്താണ്. അത് നമ്മുടെ ചിന്തയിൽ വരിക. ഇപ്പൊ ഞാൻ ചെയ്യുന്നതിനെല്ലാം നാളെ എൻ്റെ കൈകൾ സംസാരിക്കുമ്പോൾ കാലും മറ്റ് അവയവങ്ങളും അള്ളാഹിനോട് സാക്ഷി പറയുമ്പോൾ ഈ അവയവങ്ങളാണല്ലോ എനിക്ക് ഗുണമായും ദോഷമായും ഭവിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഈ അവയവം കൊണ്ട് അള്ളാഹുവിന് പൊരുത്തപ്പെട്ടതേ ചെയ്യാവൂ എന്നുള്ള ഒരു വീണ്ടും വിചാരത്തിലേക്ക് എത്തിക്കാൻ ഈ മന്ത്രം നമ്മളെ സഹായിക്കും. ശരീരാവയവങ്ങളിലെ വളരെ സുപ്രധാനമായ അവയവമാണ് ഹൃദയം. ഹൃദയമാണ് രാജാവ്. فهو رئيس الجوارح وأميرها وعليه يدور صلاحها وفسادها. മറ്റെല്ലാ അവയവങ്ങളുടെയും ഹെഡ് ഹൃദയമാണ്. ഹൃദയത്തിനനുസരിച്ചിട്ടാണ് മറ്റ് അവയവങ്ങളുടെ നന്മയും തിന്മയും ഒക്കെ ഉണ്ടാകുന്നത്. മറ്റ് അവയവങ്ങളിലൂടെ നന്മ പ്രവർത്തിക്കപ്പെടണമെങ്കിൽ അതിന് ഹൃദയമാണ് അതിനെന്ത് ചെയ്യേണ്ടത്, അതിൻ്റെ നിയന്ത്രണം ചുക്കാൻ പിടിക്കേണ്ടത് ഹൃദയമാണ്. അതിനനുസരിച്ചിട്ടാണ് മറ്റ് അവയവങ്ങൾ നല്ലത് ചെയ്യുന്നതും കേട് ചെയ്യുന്നതുമെല്ലാം. തിരുനബി പറഞ്ഞു, അലാ വഇന്ന ഫിൽ ജസദി മുദ്ഗ, ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്. ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലു, അത് നന്നായാൽ ശരീരം മുഴുവനും നന്നായി. വഇദാ ഫസദത്, അത് കേടുവന്നാൽ ഫസദൽ ജസദു കുല്ലുഹു, ശരീരം മുഴുവനും കേടുവന്നു. അലാ വഹിയൽ ഖൽബ്, അറിയണം അത് ഹൃദയമാണ് എന്ന് പറഞ്ഞു. ആ ഹൃദയത്തിന് വളരെ സ്ഫുടം ചെയ്ത് നന്നാക്കി നിലനിർത്തണം. നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളിൽ ശ്രദ്ധിക്കേണ്ട 7 അവയവങ്ങളാണുള്ളത്. 7 അല്ലായി, ഒന്ന് കണ്ണാണ്. വൽ ഉദുൻ, 2 കാതാണ്. വൽ ലിസാൻ, 3 നാവാണ്. വൽ ബത്ൻ, 4മത്തത് പള്ളയാണ്, വയറ്. വൽ ഫർജ്, 5മത്തത് ഗുഹ്യമാണ്. 6മത്തത് അൽ യദ്, കൈയാണ്. 7മത്തത് അർ റിജ്ൽ, കാലാണ്. അപ്പൊ കണ്ണ്, കാത്, നാക്ക്, പിന്നെ വയറ്, പിന്നെ 2 കൈകൾ, 2 കാലുകൾ, അതിനിടയിലുള്ള ഗുഹ്യാവയവം. ഇങ്ങനെ 7 അവയവങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. കണ്ണുകൊണ്ട് അള്ളാഹു കൽപ്പിച്ചതും അള്ളാഹു പൊരുത്തുള്ളതും കാണുക. കാതുകൊണ്ടും അങ്ങനെ തന്നെ. നാവുകൊണ്ട് സംസാരിക്കുന്നതും അങ്ങനെ ആയിരിക്കാം. പള്ളയിലേക്ക് കടക്കുന്നത് അള്ളാഹ് ഇഷ്ടപ്പെട്ടത്, അള്ളാഹിന്റെ പൊരുത്തുള്ളത്, അനുവാദമുള്ളത് മാത്രം പള്ളയിലേക്ക് കടക്കുക. കൈകൊണ്ട് അള്ളാഹു അനുവദിച്ചത് മാത്രം എടുക്കുക, പിടിക്കുക. കാലുകൊണ്ട് അള്ളാഹു അനുവദിച്ചിടത്തിലേക്ക് മാത്രം നടക്കുക, പോവുക. അതുപോലെ ഗുഹ്യാവയവം അള്ളാഹു കൽപ്പിച്ച ഹലാലിൽ മാത്രം ഉപയോഗിക്കുക. ഇതാണ് ഇതിൻ്റെ അവയവത്തിന്റെ പ്രവർത്തന രീതികൾ. ഇന്ന് മുസ്ലിം സമൂഹം എന്നല്ല മൊത്തം മനുഷ്യകുലം ഒന്നടങ്കം പരീക്ഷണം നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഈ അവയവങ്ങളെ നിയന്ത്രിക്കുന്ന വിഷയത്തിലാണ്. ഒരിക്കലും നിയന്ത്രണം കിട്ടുന്നില്ല. അതിൽ മുസ്ലിയാരും തങ്ങളും വേറുള്ളവരും എല്ലാവരും നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിൽ നമ്മുടെ ചുറ്റുപാടും സാഹചര്യങ്ങളും അങ്ങനെയാണ്. നമ്മുടെ ഈ മൊബൈൽ എന്ന് പറയുന്ന സാങ്കേതിക വിദ്യ വികസിച്ചു വന്നപ്പോൾ അതിനാലുണ്ടാകുന്ന വിപത്തുകൾ എത്ര വ്യാപകമാണ്. പിടിച്ചാൽ കിട്ടാത്ത, നിയന്ത്രിക്കാൻ പറ്റാത്തതാണ്. അപ്പോഴൊക്കെയും ശരീരാവയവങ്ങളെ നിയന്ത്രിക്കാൻ പറ്റിയാൽ അവനാണ് വിജയിക്കാൻ കഴിയുക. ഖുർആൻ പറഞ്ഞു, ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. നിശ്ചയം കേൾവിയും കാഴ്ചയും, അതാ കണ്ണും കാതും ഹൃദയവും ഒക്കെ കാന അൻഹു മസ്ഊല, ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. എന്തിനു വേണ്ടി ഇത് ഉപയോഗിച്ചു എന്ന് ചോദിക്കും എന്നാണ്. അപ്പൊ ആ ചോദ്യത്തിന് എന്താ മറുപടി പറയുക എന്നുള്ളതിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് പോയാൽ ഇതിലൊക്കെ നിയന്ത്രണം വരും. ഇത് വളരെ പ്രാധാന്യത്തോടു കൂടി പരിഗണിക്കണമെന്ന ഒരു ഉപദേശം അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ തന്നത് ഈ കാലഘട്ടത്തിൽ ഈ പരിസരത്ത് വളരെ കൂടുതൽ അനിവാര്യമായിട്ടുള്ള നല്ലൊരു ഉപദേശമാണ്.
അള്ളാഹു അത് ഉൾക്കൊള്ളാനും പ്രവർത്തിക്കാനും തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമ്മുടെ ശരീരാവയവങ്ങൾക്കൊക്കെയും പരിപൂർണമായ സുരക്ഷ പ്രദാനം ചെയ്യുമാറാകട്ടെ. അനാവശ്യങ്ങളിൽ ഏർപ്പെട്ടു പോകാതെ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിനായി അതൊക്കെ ഉപയോഗിക്കാനുള്ള ചിന്തയും ബോധവും അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു നമ്മളിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങളൊക്കെയും മാപ്പ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഭാവി ജീവിതം അള്ളാഹു നന്നാക്കി തരട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.